നമസ്കാരം. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് സെൻട്രൽ സിറ്റിയിൽ നിന്ന് വെറും 10 കിലോമീറ്റർ ചുറ്റളവിൽ നല്ല മനോഹരമായ ഒരു വീട് നമുക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു വീട് നമുക്ക് ബെറ്റർ ഓപ്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. മെയിൻ ബസ് റൂട്ടിൽ നിന്ന് വെറും 250 മീറ്റർ മാത്രം മാറി വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു കിടിലം വീടാണ് നമുക്ക് ഇന്ന് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. 4 സെന്റ് ലാൻഡിൽ 1660 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം ഉൾപ്പെടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന മനോഹരമായ വീട്, ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടാണ്. അപ്പം ഇതിന്റെ പ്രൈസ് റേഞ്ചും കാര്യങ്ങളൊക്കെ നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. സെൻട്രൽ സിറ്റിയിൽ നിന്ന് വെറും 10 കിലോമീറ്റർ, ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് വെറും 13 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ മാത്രം വരുന്ന ഈ മനോഹരമായ വീടാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് ഈ വീട് നമുക്ക് വരുന്നത്. തൊട്ടടുത്തായിട്ട് വേറെ വില്ലാസും കാര്യങ്ങളൊക്കെ പണി ചെയ്ത് തീർത്ത് കംപ്ലീറ്റ് ആയി അതിനകത്ത് ആൾതാമസവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയയിൽ തന്നെയാണ് ഈ ഒരു വീട് നമുക്ക് വന്നിട്ടുള്ളത്. ഇത്രയും അടിപൊളിയായിട്ടുള്ള ഒരു മനോഹരമായ വീട്, നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വീടാണ്. വീടിന് നല്ല മനോഹരമായ ഒരു എലിവേഷനും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു വീടാണ്. നമ്മൾ നോക്കുവാണെങ്കിൽ എ ഫ്രെയിം റൂഫും അതുപോലെ തന്നെ കേബിൾ റൂഫും കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ആക്കി ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു വീടാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ കളർ തീം ഉൾപ്പെടെ നമുക്ക് നോക്കുവാണെങ്കിൽ കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു എലിവേഷനും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു വീട്. നമുക്ക് 3D എലിവേഷനും കാര്യങ്ങളും ഉൾപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടെ മനോഹരമാക്കുവാനായിട്ട് സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ സ്ട്രിപ്പ് ലൈറ്റുമാണ് നമുക്ക് ഡെക്കറേഷനായിട്ട് ചെയ്തേക്കുന്നത്. അപ്പൊ നമുക്ക് വീടിന്റെ ഫുൾ ഡീറ്റെയിൽസിലോട് നമുക്കൊന്ന് കടക്കാം. എൻട്രൻസ് എല്ലാം നല്ല വിശാലമേറിയ ഒരു എൻട്രൻസും കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. നമുക്കൊരു കോർണറിലാണ് നമുക്കൊരു വീടിന്റെ ഒരു എൻട്രൻസും കാര്യങ്ങളും വന്നിട്ടുള്ളത്. അപ്പോൾ എത്ര വലിയ SUV കോമ്പാക്ട് വണ്ടികളായാലും സുഖമായിട്ട് നമുക്ക് കോമ്പൗണ്ടിനകത്ത് എൻട്രി ചെയ്യാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ നല്ല മനോഹരമാക്കി ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുണ്ട്. ടാറിട്ട ഫ്രണ്ടേജും കാര്യങ്ങളും തന്നെയാണ് നമുക്ക് ഫ്രണ്ട് ഏരിയയിൽ വരുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ഇന്റർലോക്ക് ചെയ്ത് അതുപോലെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് എല്ലാം നമുക്ക് ഡെക്കറേഷൻ ആയിട്ട് കൊടുത്തുകൊണ്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഫ്രണ്ടേജ് നമുക്ക് വന്നിട്ടുണ്ട്. 2 കാറൊക്കെ സുഖമായിട്ട് പാർക്കാനുള്ള സ്പേസും കാര്യങ്ങളും ഈ ഒരു ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ഗാർഡൻ റോഷനും കാര്യങ്ങളൊക്കെ കോർണറിൽ കൊടുത്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. വീടിന്റെ മെയിൻ വാട്ടർ സോഴ്സ് കിണറാണ്. കൂടാതെ പൈപ്പ് കണക്ഷൻ നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. സൈഡിൽ നമുക്ക് ഇത്രയും സ്പേസും കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ കിണറിന്റെ പ്ലേസിങ് കാര്യങ്ങളെല്ലാം ഈ ഒരു ഭാഗത്താണ് ചെയ്തേക്കുന്നത്. ഈ കാണുന്നതാണ് കിണർ. അപ്പോൾ നമുക്ക് ബാക്ക് സൈഡിൽ നമുക്ക് നോക്കുവാണെങ്കിൽ ഒരു നനക്കല്ലും കാര്യങ്ങളെല്ലാം നമുക്ക് ഒരുക്കി ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ കാണുന്നത്. അപ്പൊ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള സറൗണ്ടിങ്സും കാര്യങ്ങളും കോമ്പൗണ്ടിനകത്ത് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ 4 സെന്റ് ലാൻഡിൽ 1660 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം ഉൾപ്പെടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന നല്ല മനോഹരമായ വീടിന്റെ ഫുൾ ഡീറ്റെയിൽസിലോട് നമുക്കൊന്ന് കടക്കാം. കംപ്ലീറ്റ്ലി വാസ്തുപ്രകാരം തന്നെയാണ് നമുക്ക് ഒരു വീട് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് തീർത്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് വീടിന്റെ മെയിൻ സിറ്റ് ഔട്ട് എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല റെക്ടാംഗിൾ ഷേപ്പിലുള്ള അടിപൊളിയായിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് ആണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. സിറ്റ് ഔട്ട് എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് സിറ്റ് ഔട്ട് വന്നിരിക്കുന്നത്. റൗണ്ട് ഷേപ്പിലെ വിൻഡോയും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ പ്രൊഫൈൽ ലൈറ്റ് ചാനലും അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റും നമുക്ക് ഡെക്കറേഷൻ ആക്കി കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ള ഒരു എക്സ്റ്റൻഷൻ ഉൾപ്പെടെയാണ് നമുക്ക് ഈ ഒരു സിറ്റ് ഔട്ട് വന്നിട്ടുള്ളത്. ഈ കാണുന്നതാണ് വീടിന്റെ ഫ്രണ്ട് ഡോർ എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല വലിയ പാളിയുള്ള ഒരു വാതിലാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. ഫുൾ കംപ്ലീറ്റ് ആയിട്ട് തേക്കിൻ തടിയിലാണ് നമുക്ക് പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. നല്ലൊരു സിമ്പിൾ എലഗന്റ് ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഡോർ കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. നല്ല മനോഹരമായ ഒരു ഡോറ്, അതുപോലെ തന്നെ സിറ്റ് ഔട്ടിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഡോറും ഡിസൈനും കാര്യങ്ങളാണ് വന്നേക്കുന്നത്. നമുക്ക് വീടിന്റെ ഇന്റീരിയറിലോട്ട് നമുക്കൊന്ന് കിടക്കാം. അപ്പോൾ നമുക്ക് നേരെ വീടിന്റെ ഇന്റീരിയറിലോട്ട് നമുക്കൊന്ന് പോകുന്നതാണ്. സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ നമ്മൾ ഇന്റീരിയറിലോട്ട് പോകുമ്പോഴത്തേക്കും നല്ല വിശാലമേറിയ ഒരു ഇന്റീരിയർ ഭാഗം നമുക്കിവിടെ വരുന്നുണ്ട്. ഈ കാണുന്നതാണ് വീടിന്റെ ലിവിംഗ് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും ഫ്ലോറിംഗ് എല്ലാം തന്നെ വീടിന്റെ കംപ്ലീറ്റ് ആയിട്ട് കരിയർ ടൈൽസും കാര്യം തന്നെയാണ് യൂസ് ആക്കിയിട്ടുള്ളത്. നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫുൾ ലെങ്ത് വരുന്ന TV യൂണിറ്റ് നമുക്കിവിടെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ബാക്ക് മുഴുവൻ നമുക്ക് പാനൽ വർക്കും കാര്യങ്ങളും ചെയ്താണ് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. 2 സൈഡിലും അതുപോലെ താഴെ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഈ ഒരു TV യൂണിറ്റ് ഏരിയ. തൊട്ട് മുകളിലായിട്ട് നമുക്ക് നോക്കാം ഫോൾ സീലിംഗ് വർക്കിൽ അതിനോടുള്ള എക്സ്റ്റൻഷൻ പരമായിട്ടുള്ള ഒരു ലൈറ്റിംഗ് കാര്യങ്ങൾ, പ്രൊഫൈൽ ലൈറ്റിംഗ് കാര്യങ്ങൾ കൊടുത്തുകൊണ്ടാണ് ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തേക്കുന്നത്. കാണാൻ കുറച്ച് അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്ന ഒരു രീതിയിലുള്ള ഫോൾ സീലിംഗ് വർക്ക് തന്നെയാണ് അതിന് ചെയ്തിട്ടുള്ളത്. സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ലിവിംഗ് ഏരിയയ്ക്കായിട്ട് വേണ്ടിയിട്ടുള്ള ഒരു ഫോൾ സീലിംഗ് വർക്ക് നമുക്ക് വന്നിട്ടുണ്ട്. ഫോൾ സീൽ എല്ലാം തന്നെ നമുക്ക് ഈ ഒരു ഡിസൈനും കാര്യങ്ങളും കൊടുത്തോണ്ടാണ് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. സൈഡിലായിട്ട് നമുക്ക് നോക്കുമ്പോഴത്തേക്കും നല്ല പ്രീമിയം രീതിയിലുള്ള വാൾപേപ്പറും കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. വർക്ക് വൈസ് നമ്മൾ നോക്കുവാണെങ്കിൽ ഒക്കെ ക്വാളിറ്റിയും കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു വർക്ക് തന്നെയാണ് വീടിനകത്ത് ഇന്ത്യൻ ഭാഗത്തും ചെയ്തിട്ടുള്ളത്. ഒരു കോർണർ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ കാണുന്ന നമുക്കൊരു വ്യൂ ആയിട്ട് നമുക്ക് കിട്ടുന്നത് ലിവിംഗ് ഏരിയയിൽ നിന്ന് നമുക്ക് ഈ ഒരു ഭാഗമാണ് നമുക്ക് ഡൈനിങ് ഏരിയയ്ക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. ഇത്ര നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ ആണ് വീടിനായിട്ട് ഒരുക്കിയിട്ടുള്ളത്. നല്ല മനോഹരമായ അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്ന ഒരു ഏരിയ. 16x
12 നമുക്ക് ലിവിംഗ് ഏരിയയുടെ ഡയമെൻഷൻ ആയിട്ട് നമുക്ക് വരുന്നത്. അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫോൾ സീലിംഗ് വർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റ് ചാനലും അതുപോലെ സ്പോട്ട് ലൈറ്റും ഡെക്കറേഷൻ ആയിട്ട് വന്നേക്കുന്നത്. പിന്നെ ഒരു സെമി ഡബിൾ ഹൈറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് ഡൈനിങ് ഏരിയയുടെ ഭാഗത്ത് നമുക്ക് വരുന്നുണ്ട്. നല്ല അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്ന ഒരു ഹാങ്ങിങ് ലൈറ്റും ഫാൻസി ലൈറ്റും കാര്യങ്ങളൊക്കെ ആ ഭാഗത്ത് യൂസ് ചെയ്താണ് ആ ഒരു ഏരിയ മനോഹരമാക്കി കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് വീടിന്റെ ഡൈനിങ് ഏരിയക്ക് വേണ്ടിയിട്ടുള്ള വാഷ് കൗണ്ടർ ഏരിയ. അതിമനോഹരമായ രീതിയിലുള്ള ഒരു അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്ന ഒരു ഏരിയ തന്നെയാണ് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. ഒരു ഫ്ലോട്ടിംഗ് മോഡൽ ഡിസൈനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഒരു വാഷ് കൗണ്ടർ ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സൈഡിലും താഴെയുമായിട്ട് നമുക്ക് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഈ ഒരു വാഷിംഗ് ഏരിയ നമുക്ക് ഡൈനിങ് ഏരിയക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതിന്റെ തൊട്ടടുത്താണ് ഈ ഒരു ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സ് എല്ലാം യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. സ്മാർട്ട് മിററും നമുക്ക് യൂസ് ആക്കിയിട്ടുണ്ട്. കോർസയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സ് ആണ് യൂസ് ആക്കിയിട്ടുള്ളത്. തൊട്ട് സൈഡിലായിട്ട് ലൈറ്റിംഗ് കാര്യങ്ങളും കൊടുത്തുകൊണ്ട് ചെറിയൊരു ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ഏരിയ സ്റ്റെയറിന്റെ താഴെ നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഗ്രീൻ കാർപ്പറ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആണ്. സൈഡിലായിട്ട് നമുക്ക് നോക്കുമ്പോഴത്തേക്കും സ്റ്റെയറിന്റെ അടിയിലായിട്ട് നമുക്ക് ചെറിയൊരു സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ വീടിന്റെ കിച്ചണിലോട്ട് പോവാം. ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് 2 ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് 2 ബെഡ്റൂമാണ് നമുക്ക് വരുന്നത്. അപ്പൊ നമുക്ക് നേരെ കിച്ചണിന്റെ ഭാഗത്തോട്ട് പോവാം. ഡൈനിങ് ഏരിയയിൽ ചേർന്ന് തന്നെയാണ് കിച്ചൺ എല്ലാം കിടക്കുന്നത്. സോ നല്ല വിശാലമേറിയ ഒരു കിച്ചണും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു വീടിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കളർ തീം ഉൾപ്പെടെ നമ്മൾ നോക്കുവാണെങ്കിൽ അടിപൊളിയായിട്ടുള്ള കളർ തീം കോമ്പിനേഷനും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ കാണുന്നത്. സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചൺ തന്നെയാണ്. മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള ടൈൽസ് ആണ് നമുക്ക് വീട്ടിന്റെ താഴെ നമുക്ക് യൂസ് ചെയ്തിട്ട് ഫ്ലോറിംഗ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. 12x12 ആണ് നമുക്ക് കിച്ചണിന്റെ ഡയമെൻഷൻ വന്നേക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം തന്നെ സ്ട്രിപ്പ് ലൈറ്റ് ആണ് നമ്മൾ ഡെക്കറേഷൻ ആയിട്ട് കൊടുത്തേക്കുന്നത്. ഈ ഒരു മോഡലിലെ സ്ട്രിപ്പ് ലൈറ്റും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ള ഒരു ഫോൾ സീലിംഗ് വർക്കാണ് നമുക്ക് ചെയ്തേക്കുന്നത്. സ്റ്റോറേജ് സ്പേസിനായിട്ട് ഒരുപാട് ക്യാബിനറ്റ്സ് മുകളിലും താഴെയായിട്ട് ഒരുപാട് ക്യാബിനറ്റ്സ് നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. മോഡലായ രീതിയിലുള്ള കിച്ചൺ തന്നെയാണ് നമുക്കിവിടെ പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. ചിമ്മിനിയും കാര്യങ്ങളും വയ്ക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് ഒരുക്കിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു കിച്ചൺ കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. ബാക്കിൽ നമുക്ക് 3D ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്ന ടൈൽസും കാര്യങ്ങളൊക്കെ സ്റ്റിക്ക് ഓൺ ചെയ്ത് തീർത്തിട്ടുണ്ട്. പ്രൊഫൈൽ ചാനലും കാര്യങ്ങളും കൊടുത്ത് മനോഹരമാക്കി കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു ഏരിയ ആണ് ഇത്. ഇനി നമുക്ക് നേരെ വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലത്തെ ആദ്യ ബെഡ്റൂമിലോട്ട് പോവാം. ഗ്രൗണ്ട് ഫ്ലോറിലത്തെ ആദ്യ ബെഡ്റൂമിലോട്ട് പോകുന്നതിന് മുന്നേ ഈ കാണുന്ന ചുമര് മുഴുവനും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് വാൾപേപ്പറും കാര്യങ്ങളും പ്രീമിയം രീതിയിലുള്ള വാൾപേപ്പറും കാര്യങ്ങളും നമുക്ക് യൂസ് ചെയ്ത് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്ന ഒരു ഭാഗമാണ്. ഫസ്റ്റ് ബെഡ്റൂം ഗ്രൗണ്ട് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. അത്യാവശ്യം നല്ല വിശാലമേറിയ ഒരു ബെഡ്റൂം. 12x14 ഡയമെൻഷൻ വരുന്ന അടിപൊളിയായിട്ടുള്ള കിടിലൻ ബെഡ്റൂമാണ് നമുക്ക് ഈ കാണുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ഈ വോളും കാര്യങ്ങളെല്ലാം നമുക്ക് ടെക്സ്ചർ വർക്കും കാര്യങ്ങളും ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു വോളാണ്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തതിനാണ് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. ഫോൾ സീലിംഗിലെ ഈ ഒരു ഡിസൈൻ ആണ് ഫോൾ സീലിംഗിലായിട്ട് നമുക്ക് വരുന്നത്. വാൾ റൂംസും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇൻബിൽഡ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്കിവിടെ ചെയ്തേക്കുന്നത്. ബാത്ത് അറ്റാച്ച് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഈ കാണുന്നതാണ് വീടിന്റെ ഫസ്റ്റ് ബെഡ്റൂമിലത്തെ ബാത്റൂം എന്ന് പറയുമ്പോഴത്തേക്കും. ചെറുകിട നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സ് എല്ലാം യൂസ് ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ബാത്റൂമാണ് നമുക്കിവിടെ വരുന്നത്. ഫ്ലോറിംഗ് എല്ലാം തന്നെ ഗ്രിഡ് ആയിട്ടുള്ള ടൈൽസും കാര്യങ്ങളും യൂസ് ചെയ്തിട്ടുണ്ട്. ഹീറ്റർ പോർഷൻസ് ഉൾപ്പെടെ നമുക്ക് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു ഏരിയ ആണ്. ഈ കാണുന്നതാണ് വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലത്തെ രണ്ടാമത്തെ ബെഡ്റൂം. അതേസമയം നല്ല വിശാലമായിട്ട് ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്ക് വരുന്നത്. ഫ്ലോറിനായിട്ട് നല്ല ക്വാളിറ്റി ടൈൽസും കാര്യങ്ങളും വരുന്നത്. 12x10 ഡയമെൻഷനിൽ വരുന്ന റൂം സൈസ് ആണ് നമുക്കിവിടെ ചെയ്തിരിക്കുന്നത്. ഫോൾ സീലിംഗ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് എല്ലാം നമുക്ക് പ്രൊഫൈലിലേക്കാണ് ഡെക്കറേഷൻ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് നേരെ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോവാം. 3 ഫേസ് ഇലക്ട്രിസിറ്റി ആണ് നമുക്കിവിടെ ചെയ്തേക്കുന്നത്. വി ഗാർഡിന്റെ വയറിംഗ് കാര്യങ്ങളെല്ലാം വി ഗാർഡിനാണ് നമുക്കിവിടെ വരുന്നത്. അപ്പൊ നമുക്ക് നേരെ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാം. ഫസ്റ്റ് ഫ്ലോറിൽ പോകാൻ യൂസ് ചെയ്യുന്ന ഹാൻഡിൽസ് എല്ലാം തന്നെ നമുക്ക് തടിയിലാണ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റീലിന്റെ വർക്ക് നമുക്ക് വരുന്നുണ്ട്. സ്റ്റെയറിന്റെ ഇത് നോക്കുമ്പോഴത്തേക്കും വുഡൻ പാറ്റേൺ രീതിയിലുള്ള ടൈൽസും കാര്യങ്ങളാണ് യൂസ് ആക്കിയിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് ചുമര് മുഴുവനും നമുക്ക് ടെക്സ്ചർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു വോളാണ് ഈ ഭാഗത്ത് ഓളാർട്ടായിട്ട് നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. മുകളിൽ ചെറിയൊരു ഓപ്പണിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നേരത്തെ കണ്ടതുപോലെ തന്നെ ഫാൻസി ലൈറ്റും കാര്യങ്ങളൊക്കെ സെന്ററിൽ കൊടുത്തുകൊണ്ട് സ്പോട്ട് ലൈറ്റ് ഡെക്കറേഷൻ ആക്കി ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഈ ഒരു ഏരിയ. സ്റ്റെയർ നമ്മൾ മുകളിലോട്ട് വരുമ്പോഴത്തേക്കും ഇവിടുത്തെ
ലിവിംഗ് ഏരിയ നമുക്ക് വരുന്നത്. 12x16 ഡയമെൻഷൻ നമുക്ക് ലിവിംഗ് ഏരിയയിൽ വരുന്നുണ്ട്. ഷേപ്പ് മോഡലുള്ള ലിവിംഗ് ഏരിയ നമുക്ക് വരുന്നത്. ഈ ഒരു ഭാഗത്താണ് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സ്പേസും കാര്യങ്ങളും ഒരുക്കിയിട്ടുള്ളത്. അതിനായിട്ടുള്ള സ്മോൾ സ്റ്റോറേജ് സ്പേസ്, താഴെ നമുക്ക് ഔട്ടും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് ഒരുക്കിക്കൊണ്ട് കംപ്ലീറ്റ് ആയി ചേർത്തിട്ടുള്ള ഒരു ഏരിയ ആണ്. ഈ ഭാഗത്ത് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സ്പേസ് നമുക്ക് ഫോഗ് മിററും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഹാൻഡിൽസും കാര്യങ്ങളാണ്. ഫോൾ സീലിംഗ് എല്ലാം കംപ്ലീറ്റ് ആയി ചെയ്തിട്ടുള്ള ഒരു ലിവിംഗ് ഏരിയ തന്നെയാണ് ഇവിടെ വരുന്നത്. ഈ ഒരു ഡിസൈനിലുള്ള ഫോൾ സീലിംഗ് വർക്കാണ് നമുക്കിവിടെ ചെയ്തേക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ നമുക്കൊരു ലിവിംഗ് ഏരിയയും അതുപോലെ തന്നെ 2 ബെഡ്റൂമാണ് ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ബാൽക്കണി വരുന്നുണ്ട്. അപ്പൊ നമുക്ക് നേരെ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ ആദ്യത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. അടിപൊളിയായിട്ടുള്ള ഒരു ബെഡ്റൂം സൈസും കാര്യങ്ങളൊക്കെ വന്നിട്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു ബെഡ്റൂമാണ് ഈ കാണുന്നത്. 12x16 ഡയമെൻഷൻ ആണ് നമുക്കിവിടെ വരുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. ഇൻബിൽഡ് ആയിട്ട് വരുന്ന ഒരു വാർഡ്രോബ്സും അതുപോലെ തന്നെ ഫോൾ സീലിംഗ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ഇവിടെ വരുന്നുണ്ട്. ഈ ഒരു ഡിസൈൻ നമുക്ക് ഫോൾ സീലിംഗില് നമുക്ക് വരുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്കിവിടെ ചെയ്തേക്കുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂം കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ട്. ഫ്ലോറിംഗ് എല്ലാം തന്നെ മാറ്റ് ഫിനിഷ് ചെയ്യുന്ന ടൈൽസ് ആണ്. സെറയുടെ ക്വാളിറ്റി ഫിറ്റിംഗ്സ് ആണ് ഡെക്കറേഷൻ ആയിട്ട് യൂസ് ആക്കിയിട്ടുള്ളത്. ഈ കാണുന്നതാണ് വീടിന്റെ ലാസ്റ്റ് ബെഡ്റൂം. നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലത്തെ 2ാമത്തെ ബെഡ്റൂം എന്ന് പറയുമ്പോഴത്തേക്കും ഇത് നമുക്ക് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂം തന്നെയാണ്. 12x14 ഡയമെൻഷൻ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള റൂമാണ്. ഫ്ലോറിംഗ് എല്ലാം തന്നെ നല്ല ക്വാളിറ്റി ടൈൽസ് യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വാർഡ്രോബ്സും കാര്യങ്ങളും ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. ഫോൾ സീലിംഗ് എല്ലാം വെച്ച് ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള റൂം തന്നെയാണ് ഈ റൂമും. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് നമുക്ക് ഇവിടെയും വരുന്നത്. ഇത് നമുക്ക് നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സ് ഒക്കെ തന്നെയാണ് യൂസ് ആക്കിയിട്ടുള്ളത്. സ്പേഷ്യസ് ആയിട്ടുള്ള റൂം തന്നെയാണ് നമുക്ക് വരുന്നത്. ഗ്രിപ്ഡ് ആയിട്ടുള്ള ടൈൽസ് നമുക്ക് ഫ്ലോറിംഗ് ആയിട്ട് വരുന്നുണ്ട്. ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെ വന്ന് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു ബാത്റൂം തന്നെയാണ് ഈ കാണുന്നത്. ഇനി നമുക്ക് നേരെ കുറച്ച് ഓപ്പൺ ഏരിയ ഉണ്ട് നമുക്ക് ഈ ഒരു വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട്. അത് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സ്പേസിന്റെ അവിടെ നിന്ന് നമുക്ക് കാണുന്ന ഒരു ഡോർ വഴിയാണ് നമുക്ക് ഈ ഒരു ഓപ്പൺ സ്പേസ് നമുക്ക് വരുന്നത്. അത്യാവശ്യം നല്ല വിശാലമേറിയ ഓപ്പൺ സ്പേസും കാര്യങ്ങളും വാട്ടർ പ്രൂഫും കാര്യങ്ങളെല്ലാം നമുക്ക് താഴെ ചെയ്തിട്ടുണ്ട്. മുകളിലോട്ട് പോകാനുള്ള എൻട്രൻസും കാര്യങ്ങളും ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. അപ്പൊ ഇതാണ് നമുക്ക് ഈ ഒരു ഓപ്പൺ സ്പേസിൽ വരുന്ന ഒരു ഏരിയ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് ഈ ഒരു വീട് നമുക്ക് ഇരിക്കുന്നത്. തൊട്ടടുത്തായിട്ട് തന്നെ ഒരുപാട് വില്ലാസും വീടും നമുക്ക് ഇവിടെ തന്നെ വരുന്നുണ്ട്. അപ്പൊ ഇനി നമുക്ക് നേരെ വീടിന്റെ മെയിൻ ബാൽക്കണിയിലോട്ട് നമുക്ക് പോവാം. ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് കിടക്കുന്നതാണ് നമുക്ക് വീടിന്റെ മെയിൻ ബാൽക്കണി എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പൊ ഈ കാണുന്നതാണ് വീടിന്റെ മെയിൻ ബാൽക്കണിയൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു ബാൽക്കണിയാണ്. നമുക്ക് 12x12 ഡയമെൻഷൻ ഒക്കെ വരുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ബാൽക്കണി. ഫ്ലോറിനായിട്ട് ഗ്രൂപ്പായിട്ടുള്ള ടോൺസും കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു റൗണ്ട് ഷേപ്പ് വരുന്ന വിൻഡോയും കാര്യങ്ങളൊക്കെ ചെയ്ത് അതും നമുക്ക് ടെറാക്കോട്ട മെറ്റീരിയലൊക്കെ യൂസ് ചെയ്ത് ക്ലോസ് ചെയ്തെടുത്ത് അതിൽ സ്പോട്ട് ലൈറ്റ് കൊടുത്ത് കംപ്ലീറ്റ് ആയിട്ട് തീർത്തിട്ടുള്ള ഒരു മനോഹരമായ ഒരു ഡിസൈൻ വരുന്ന ഒരു വിൻഡോ. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ഓപ്പൺ ഏരിയ ആണ്. ഈ ഭാഗം മുഴുവൻ നമുക്ക് ഓപ്പൺ ഏരിയ ആണ്. ഒരു ഓപ്പൺ ഏരിയ നമുക്ക് വലിയ അട്രാക്റ്റീവ് ആയിട്ട് തരുന്ന ഒരു ഏരിയ കൂടെയാണ് നമുക്ക് ഈ ഒരു ഓപ്പൺ ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും. നമുക്ക് താഴെ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് എ ഫ്രെയിം മോഡലും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തുള്ള എ ഫ്രെയിമും കാര്യങ്ങളാണ് നമുക്ക് കാണപ്പെടുന്നത്. സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ സ്ട്രിപ്പ് ലൈറ്റുമാണ് നമുക്ക് ഡെക്കറേഷൻ ആയിട്ട് ഈ എലിവേഷനിൽ കൊടുത്തേക്കുന്നത്. ഹാൻഡിൽസ് എല്ലാം വരുന്നുണ്ട്. ഹാൻഡിൽസ് കംപ്ലീറ്റ് ആണ് നമുക്ക് സ്റ്റീലിലെ ഹാൻഡിൽസും കാര്യങ്ങളാണ് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. അപ്പൊ 4 സെന്റിൽ 1660 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം ഉൾപ്പെടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വീടിന്റെ ഫുൾ ഡീറ്റെയിൽ വർക്കാണ് നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരുന്നത്. അത്യാവശ്യം നല്ല എലിവേഷനും അതുപോലെ തന്നെ ഇന്റീരിയർ വർക്കും നല്ല അടിപൊളിയായിട്ട് കൊടുത്തിട്ടുള്ള ഒരു മനോഹരമായ ഒരു വീടാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരുന്നത്. അപ്പൊ വീടിന്റെ ആസ്കിംഗ് പ്രൈസ് നമുക്ക് കറക്റ്റ് ലൊക്കേഷൻ നമുക്ക് വരുന്നത് മലയങ്കീഴിൽ നിന്ന് നമുക്ക് അന്തിയൂർക്കുളം എന്നുള്ള സ്ഥലത്താണ് നമുക്ക് ഒരു വീട് വരുന്നത്. അപ്പൊ ഇതിന്റെ കറക്റ്റ് ഡീറ്റെയിലും കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ഫുൾ വീഡിയോ കണ്ട് നിങ്ങൾ ജസ്റ്റ് നോക്കുക. വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റി എന്തെങ്കിലും ആവശ്യമാണ് ഞങ്ങൾക്ക് കസ്റ്റമേഴ്സിന് അറിയിപ്പ് കൊടുക്കുന്നതാണ്. അപ്പൊ വീടിന്റെ ആസ്കിംഗ് പ്രൈസ് നമുക്ക് വരുന്നത് വെറും 65 ലക്ഷമാണ്. 65 lakhs ആണ് നമുക്ക് വരുന്നത്. മെയിൻ ബസ് റൂട്ടിൽ നിന്ന് വെറും 250 മീറ്റർ മാത്രം മാറിയിട്ട് വരുന്ന ഒരു വീടാണ്. ഈ കാണുന്ന റിസോർട്ട് ഏരിയയിൽ തന്നെയാണ് ഈ ഒരു വീട് പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട്
ഈ കാണുന്ന നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കാര്യങ്ങൾ അന്വേഷിക്കാവുന്നതാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണും, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ ബെല്ലൈക്കൺ കൂടെ ഇനേബിൾ ചെയ്യുക.